ആന്തൂര്യത്തിലെ എല്ലാ കാലത്തും പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ വേണ്ടി ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചേർത്താൽ മതി. അപ്പോൾ എല്ലാ കാലത്തും പൂക്കൾ നിറഞ്ഞുണ്ടാവും. മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നല്ല ബ്രൈറ്റായിട്ട് കുറേ കാലം കേടുകൂടാതെ ഇങ്ങനെ നിൽക്കും. നല്ല ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും. ഇലകളും പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ചില വളങ്ങൾ ചേർക്കാം. ആന്തൂര്യത്തിൽ നമുക്ക് ഇൻഡോറായിട്ടും വളർത്താം, അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ടും വളർത്താം. പിന്നെ വെള്ളത്തിലും വളർത്തുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബ്രൈറ്റ് കളറായിട്ട് നിൽക്കാനും ഇലകളൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ ചില വളങ്ങൾ ചേർത്താൽ മതി. ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ നമ്മൾ വീട്ടിലത്തെ വളങ്ങൾ ചേർത്ത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ട മണം വരും. നമ്മൾ ഔട്ട്ഡോറായിട്ട് വളർത്തുമ്പോൾ നമുക്ക് ഏത് വളം വേണമെങ്കിൽ ചേർത്താൽ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് മണം വരില്ല. ഇൻഡോറിന് ചേർക്കേണ്ട വളങ്ങളും ഔട്ട്ഡോർ ആയിട്ട് വളർത്തുമ്പോൾ ചേർക്കേണ്ട വളങ്ങളും പ്രത്യേകം പറയാം. ഇത് നമ്മുടെ മുട്ടത്തോട് എഗ് ഷെല്ല് കഴുകി വൃത്തിയാക്കി ഒന്ന് ചൂട് കൊള്ളിച്ച് പൊടിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ ആന്തൂര്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാവും. നല്ല കാൽസ്യം കണ്ടന്റ് നല്ലോണം ഉള്ളതാണ്. അപ്പം നല്ല വലുപ്പത്തിലുള്ള പൂക്കളും അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കളും ഉണ്ടാവുന്നതാണ്. ഇപ്പം ഞാൻ പറയണത് ഔട്ട്ഡോറായിട്ട്, അതായത് വീടിൻ്റെ പുറത്ത് വെക്കുന്ന ആന്തൂര്യൻ ചെടികൾക്ക് ചേർക്കേണ്ട വളങ്ങളാണ്. അപ്പോൾ ചെറിയൊരു മണമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനുള്ള വളങ്ങളാണ് ഞാൻ ആദ്യം പറയണത്. ഇത് മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ നമുക്ക് നമ്മുടെ ആന്തൂര്യൻ ചെടികൾക്ക്, അത് പുറത്ത് വളർത്തുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു മണം ഉണ്ടാവില്ല. ഈ ഒരു കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ചെടിക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ മാസത്തിലൊരിക്കൽ മാത്രം അങ്ങനെ കൊടുത്താൽ മതി. അപ്പം മൈക്രോ ന്യൂട്രിയൻസ് നല്ലോണം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഇറച്ചി കഴുകിയ വെള്ളവും മീൻ കഴുകിയ വെള്ളം വളരെയധികം നല്ലതാണ്. മുരിങ്ങയുടെ ഇലയും അതുപോലെ തന്നെ കറ്റാർവാഴയും കൂടി കട്ട് ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജ്യൂസാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ ആന്തൂര്യൻ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. ആന്തൂര്യത്തിന് നല്ലോണം പൂക്കൾ നിറഞ്ഞുണ്ടാവും. പിന്നെ ഒരു വേര് ചീയലോ രോഗങ്ങളോ ഒന്നും വരില്ല. നമ്മൾ 15 ദിവസം കൂടുമ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്താൽ മതി. രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട്. ഇത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നത് നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാവുന്നതാണ്. മുരിങ്ങയുടെ ഇലയിലൊക്കെ നല്ലോണം നൈട്രജൻ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ ചെടിക്ക് നല്ല ഹെൽത്ത് കിട്ടും. നമ്മൾ അരി കഴുകണ വെള്ളം ഉണ്ടല്ലോ, അരിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് നമ്മൾ കഴുകണ വെള്ളം നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂക്കളുണ്ടാവും. നല്ലോണം ഫ്ലവറിങ് ബൂസ്റ്ററാണ് അത്. അരി കഴുകിയ വെള്ളം അത് നമുക്ക് കഴുകിയതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ആന്തൂര്യങ്ങൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇരട്ടി റിസൾട്ട് കിട്ടും. ചായപ്പൊടി ചേർത്ത വെള്ളവും അതുപോലെ തന്നെ ചായയിലേറെ തിളപ്പിച്ച വെള്ളവും നമ്മുടെ ചെടികൾക്ക് നല്ല പൂക്കൾക്ക് നല്ല ഭംഗി കിട്ടാനും കുറേ കാലം കേടുകൂടാതിരിക്കാനും നല്ലതാണ്. ചെടിയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതുപോലെ പൂക്കൾ ഉണങ്ങിയതുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പൂക്കൾ ഇലകളുണ്ടാവും. പിന്നെ കളകൾ പറിച്ച് കളയുക. വളങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ചേർക്കുക. പിന്നെ അതുപോലെ പച്ചച്ചാണകം സ്ലറിയാക്കി ഒഴിച്ചു കൊടുക്കുന്നത് ആന്തൂര്യത്തിന് നല്ലതാണ്. തീരെ സൺലൈറ്റ് ഇല്ലാണ്ടിരിക്കാൻ പാടില്ല. സൺലൈറ്റ് കിട്ടും വേണം, എന്നാൽ വല്ലാണ്ട് വെയിലും പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ ആന്തൂര്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിറച്ച് നല്ല പൂക്കളുണ്ടാവും. നമ്മളെല്ലാവരും വീട്ടിൽ നാളികേരം ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ നാളികേരം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം കിട്ടില്ല. അതൊന്ന് പുളിപ്പിച്ച് 2 ദിവസം കഴിഞ്ഞ് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ആന്തൂര്യൻ ചെടികൾക്ക് ആഴ്ചയിൽ 1 വീതം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാവും. പൂക്കൾ നിറഞ്ഞുണ്ടാവും. എല്ലാ കാലത്തും നമുക്ക് പൂക്കൾ നല്ല വലുപ്പത്തിലും നല്ല കളർഫുള്ളായിട്ടും കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചേർക്കേണ്ട വളങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറാണ് ചേർക്കണേന്ന് വെച്ചാൽ നമ്മൾ NPK വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം പൂക്കളുണ്ടാവും, ഇലകളും ഒക്കെ ഭംഗിയുണ്ടാവും. പിന്നെ ചേർക്കേണ്ടത് എപ്സം സാൾട്ട്. നമ്മുടെ ചെടിയുടെ ഇലകൾക്കൊക്കെ നല്ല പച്ചപ്പ്, ആന്തൂര്യത്തിൻ്റെ പൂക്കളുടെ പോലെ തന്നെ ചെടികളും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ അതിന് നല്ല പച്ചപ്പ് കിട്ടണമെങ്കിൽ എപ്സം സാൾട്ട് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. വളരെയധികം നല്ലതാണ്. മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് വളം വാങ്ങിച്ച് കൊടുത്താൽ മതി. നല്ലോണം പൂക്കളുണ്ടാവും. അത് മഗ്നീഷ്യം, ബോറോണും സിങ്കും കോപ്പറും അയണും മാംഗനീസൊക്കെ അടങ്ങിയ വളം വേണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിന്. അതൊന്നും നമ്മളെ ചെടിയുടെ കടയ്ക്ക് ഡൈല്യൂട്ട് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതിന്. ഇത് DAP വളമാണ്. അത് നമ്മൾ ചെടിയുടെ കടയ്ക്ക് നീക്കി 1-2 മണി നോക്കി 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കുന്നതും പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ നല്ലതാണ്.
മെയിനായിട്ടുള്ള ഒരു വളം ഞാൻ വിട്ടുപോയി. നമ്മൾ വീട്ടിലുള്ള വളം പഴത്തൊലി പീൽ ചെയ്ത് വെള്ളത്തിലിട്ട് നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പൂക്കൾ നിറഞ്ഞുണ്ടാവും. ഏത് ചെടിക്കായാലും പഴത്തൊലി വെള്ളത്തിലിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ചെറുതാക്കി ഇട്ടാൽ മതി. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സവോളത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി, നമ്മുടെ കഞ്ഞെള്ളം ഉണ്ടല്ലോ, കഞ്ഞെള്ളം 2-3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കഞ്ഞീര വെള്ളമാണ്. എന്നിട്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ലുണ്ടാവും. അത് കാരണം നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒഴിക്കുമ്പോൾ അത്ര നന്നാവില്ല. അത് നമ്മുടെ ആന്തൂറിയൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സബോളയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ സത്തയിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ആന്തൂര്യത്തിൻ്റെ നിറഞ്ഞ് പൂക്കളുണ്ടാവും. ആ പൂക്കൾക്ക് തന്നെ ഒരു ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ കാലം അത് നിൽക്കും ചെയ്യും. ഇങ്ങനത്തെ വളങ്ങളൊക്കെയാണ് ഔട്ട്ഡോറായിട്ട് ചേർക്കണ വളങ്ങൾ. ഇനി ഇൻഡോർ ആയിട്ടുള്ള ആന്തൂറിയം വളർത്തുമ്പോൾ നമ്മൾ ഇത് കുറച്ചും കൂടി കെമിക്കലായിട്ടുള്ള വളങ്ങൾ ചേർക്കണം നല്ലത്. നമ്മുടെ അകത്തുനിന്ന് തന്നെ മീനിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ദുർഗന്ധം അടിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം കെമിക്കലായിട്ടുള്ള വളങ്ങൾ ചേർക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റിന് ഏതൊക്കെ വളങ്ങളെന്നും കൂടി ഞാൻ ഇതിൽ പറയുന്നു. ഓർഗാനിക്കാണ് നമ്മൾ ചേർക്കണമെന്ന് വെച്ചാൽ പഴത്തൊലിയുടെ വളം പൊട്ടാസ്യം ഫോസ്ഫറസ് അടങ്ങിയതാണ്. അതും നമുക്ക് ചേർക്കാം. ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ മതി. മീൻ വെള്ളം മാത്രം ഒരു പൊട്ട മണ്ണടിക്കും. ഇതിനൊന്നും വലിയ കുഴപ്പം വരില്ല. പിന്നെ അതുപോലെ ചായപ്പൊടി, കോഫി പൗഡറിൻ്റെ നൈട്രജൻ കണ്ടൻറ്റ് നല്ലോണം അടങ്ങിയതാണ്. ആ ഒരു വെള്ളം ചേർക്കുന്നതും ഇൻഡോറായ ചെടികൾക്ക് ആന്തൂറിയം വയ്ക്കുമ്പോൾ നല്ലതാണ്. പിന്നെ അതുപോലെ റൈസ് വാട്ടർ, അരി കഴുകിയ വെള്ളം, വിറ്റാമിൻ ബിയും മൈക്രോ ന്യൂട്രിയൻസ് നല്ലോണം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ അതൊഴിക്കണതും നല്ലതാണ്. വെർമി കമ്പോസ്റ്റ് ചേർക്കുന്നത് നല്ലതാണ്. മാസത്തിലൊരിക്കൽ നമ്മുടെ ആന്തൂര്യത്തിൻ്റെ കടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ മുരിങ്ങയില, കറ്റാർവാഴയില മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ NPK വളങ്ങൾ ചേർക്കുക. NPK വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആന്തൂറിയം നല്ലോണം ഇൻഡോറായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ വളർത്താം. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ മിക്സും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ അധികം രോഗങ്ങളൊന്നും വരില്ല. വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിൽ തന്നെ വേര് ചീയലാണ് അധികം വരാറ്. അപ്പം അധികം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം ഇങ്ങനെ വാർന്നു പോകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേര് ചീയൽ രോഗമൊന്നും വരില്ല. പിന്നെ എപ്സം സാൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ എപ്സം സാൾട്ട് കലക്കി കൊടുക്കുന്നത് വളരെയധികം റിസൾട്ട് കിട്ടും. നല്ല പച്ചപ്പിൽ നിൽക്കും. അപ്പം ചെടിയും വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു ഭംഗിയായി നിൽക്കും. ഏതെങ്കിലും രോഗം വരുന്നുണ്ടെങ്കിൽ ക്ലോറോപൈരിഫോസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചെടിയുടെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും. ചെടിയുടെ ഇലയിലെ കളകളൊക്കെ കളയുക. അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഇത് കട്ട് ചെയ്യാറായിട്ടില്ല. പൂക്കൾ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. ചെടി നല്ല ഫ്രഷായിട്ട് നിൽക്കും ചെയ്യും. പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കും. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ആന്തൂറിയം നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലാ കാലത്തും പൂക്കളുണ്ടാവും. ഒരു ചെടിയാണ്. വർഷക്കാലം വേനൽക്കാലം എന്നില്ല, എല്ലാ കാലത്തും ഈ ചെടിയിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കും. ആന്തൂറിയം ചെടികൾക്ക് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം വാർന്നു പോകണം. അത്രമാത്രം ശ്രദ്ധിക്കുക വേണ്ടു. പിന്നെ ഇലകളൊക്കെ ഒന്ന് കോട്ടൺ തുണി എടുത്തിട്ടൊന്ന് തുടയ്ക്കുക വെള്ളത്തിൽ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇലകളൊക്കെ നല്ല പച്ചപ്പിൽ നിന്നോളും. നല്ല തിളക്കത്തോടു കൂടി നമ്മുടെ ആന്തൂറിയം ഇലകൾ നിൽക്കും.